ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തെർമോഡൈനാമിക് സിസ്റ്റംസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് ധാരാളം മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടായിരിക്കും. ഇതിനകത്തുള്ള ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസിനും അസോസിയേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ടായിരിക്കും അല്ലേ. അതെന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദി മോളിക്യൂൾസ് ഓർ ഡ്യൂ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മോളിക്യൂൾസ്. രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട്, പ്രധാനമായിട്ടും മെയിനായിട്ടും രണ്ട് തരത്തിൽ, ഡ്യൂ ടു മോഷൻ ഓഫ് ദി മോളിക്യൂൾസ് ആൻഡ് ഡ്യൂ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മോളിക്യൂൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മോളിക്യൂൾസ് എന്ന് പറയുമ്പോഴത്തേനും ദ എനർജി ഡ്യൂ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മോളിക്യൂൾസ്, ആ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അല്ലേ. ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മോഷൻ ഓഫ് മോളിക്യൂൾസ്, മോഷൻ ഡ്യൂ ടു അല്ലേ, എനർജി ഡ്യൂ ടു മോഷൻ ഓഫ് ദി മോളിക്യൂൾസ്, എനർജി മോളിക്യൂൾസിൻ്റെ സഞ്ചാരം കൊണ്ട് അതിന് കിട്ടുന്ന എനർജി. ഈ മോഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മോഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം. മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിന് പലതരത്തിലുള്ള മോഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലേ, ട്രാൻസ്ലേഷണൽ മോഷൻ മൂലം അതിന് ഒരു എനർജി കിട്ടും. പിന്നെ റൊട്ടേഷണൽ മോഷൻ, ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം റൊട്ടേഷണൽ മോഷൻ മൂലം അതിനൊരു എനർജി കിട്ടും. അത് കണക്ക് തന്നെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. വൈബ്രേറ്റ് അബൌട്ട് ദെയർ പൊസിഷൻ, അവരുടെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേഷണൽ മോഷൻ മൂലവും അതിന് ഒരു എനർജി കിട്ടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷണൽ എനർജി. അപ്പം ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് മോഷൻ മൂലം, അത് ഏത് മോഷനായിരിക്കാം? വൈബ്രേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ട്രാൻസ്ലേഷണൽ മോഷൻ. ഈ മോഷൻസ് മൂലം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സിസ്റ്റത്തിനകത്തുള്ള ആറ്റംസിനും മോളിക്യൂൾസിനും എന്താണ്? കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ റൊട്ടേഷണൽ മോഷൻ, വൈബ്രേഷണൽ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ മൂലമായിരിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡ്യൂ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മോളിക്യൂൾസ്. അപ്പം ഈ രണ്ട് എനർജിയുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ദ എനർജി അസോസിയേറ്റഡ് വിത്തിൻ എ സിസ്റ്റം ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ദ എനർജി അസോസിയേറ്റഡ് വിത്തിൻ എ സിസ്റ്റം ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ദറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ഇൻറ്റേർണൽ എനർജി നമ്മൾ സാധാരണയായിട്ട് യു എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ എനർജി ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ യു. ഓക്കെ, ഇനി നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷണൽ എനർജി ഉണ്ട്, അതിനകത്ത് റൊട്ടേഷണൽ എനർജി ഉണ്ട്. ഇതൊക്കെ മെഷർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ദർ ഇസ് നോ മെഷറിംഗ് പാരാമീറ്റേഴ്സ് ലൈക്ക് വൈബ്രേഷണൽ എനർജി, റൊട്ടേഷണൽ എനർജി ഓഫ് ദി മോളിക്യൂൾ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻറ്റേർണൽ എനർജി ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷേ എന്ത് സാധിക്കും? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മെഷർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ആ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എനർജി കൊടുക്കുന്നു. ഒരു ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും അല്ലേ. ആ സിസ്റ്റം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എനർജി, നമ്മളൊരു ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴത്തേന് ഇറ്റ് മേ കോസ് മൂവ്മെൻറ്റ് ഓഫ് ദി മോളിക്യൂൾ. അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാകും ഈ എനർജി അബ്സോർബ് ചെയ്തത്. അത് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഡെഫിനറ്റായിട്ടും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ആ സിസ്റ്റം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്, ക്ലോസ്ഡ് വിത്ത് എ പിസ്റ്റൺ. ഒരു പിസ്റ്റൺ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രൈ ടു മൂവ് ദ പിസ്റ്റൺ. അതിൻ്റെ പിസ്റ്റൺ മൂവ് ചെയ്യാൻ ശ്രമിക്കും. ആദ്യം അതിനകത്തുള്ള ഗ്യാസ്, മനസ്സിലായോ? ട്രൈ ടു മൂവ് ദ പിസ്റ്റൺ. ആ പിസ്റ്റൺ എന്ത് ചെയ്യാൻ? മൂവ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമുക്കപ്പം ഇനിഷ്യലി നമ്മളൊരു ഹീറ്റ് എനർജി കൊടുത്തു. ഒരു ഹീറ്റ് എനർജി കൊടുത്തപ്പോഴത്തേന് അതിനകത്ത് മോളിക്യൂൾസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന് ആൾറെഡി ഒരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. U1 എന്ന് പറയുന്നൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ടായിരുന്നു. ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത്, അപ്പോൾ അബ്സോർബ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇറ്റ് വിൽ കോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ കാരണമാകും.
അനുസരിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യും. U1 ഇൻറ്റേർണൽ എനർജി U2 ആയിട്ട് മാറി. ഓക്കെ, അപ്പം എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി എന്ത് ചെയ്തു പുറത്തേക്ക് പോയി എന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ടായ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുത്തു. ഹീറ്റ് എനർജി കൊടുക്കാതെ ആ സിസ്റ്റത്തിനകത്ത് V1 വോളിയം ഉണ്ടായിരുന്നു. അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനൊരു V1 വോളിയം ഉണ്ട്. അപ്പം ഇത് ഹീറ്റ് എനർജി ഒന്നും കൊടുക്കാതെ നമ്മൾ ഒരു ഡെൽറ്റ ക്യൂ എനർജി കൊടുത്തപ്പം എന്ത് സംഭവിച്ചു, അതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്തു. ഇവിടം വരെ ആയിരുന്നു ഇനിഷ്യലി അതിൻ്റെ വോളിയം ഇത്രയായിരുന്നു, കണ്ടോ, V1 ആയിരുന്നു. പിന്നീട് അതെന്ത് ചെയ്തു, V2 ആയിട്ട് മാറി, V2 വോളിയമായിട്ട് മാറി. ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു. ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തു. വോളിയം ഇൻക്രീസ് ചെയ്തത് മാത്രമല്ല, അതിൻ്റെ പിസ്റ്റണിൻ്റെ പൊസിഷൻ മാറി അല്ലേ. അപ്പം നമ്മൾ ഒരു എനർജി കൊടുത്തപ്പോൾ, ഞാനൊരു സിസ്റ്റത്തിലേക്ക് ഒരു ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ ആ എനർജി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു, ആ ഹീറ്റ് എനർജി അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, ഹീറ്റ് എനർജി എക്സ്പാൻഡ് ചെയ്തു. മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് മീൻസ് മോളിക്യൂൾസ് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടി. അതിൻ്റെ എനർജി കൂടുമ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ മുകളിലുള്ള ആ പിസ്റ്റണെ തള്ളി നീക്കുന്നു. ദാറ്റ് ഈസ് വർക്ക്. അവിടെ ജോലി ചെയ്തു, അതിനെ തള്ളി പുറത്തേക്ക് പുഷ് ചെയ്തു അല്ലേ. പുറത്തേക്ക് പിസ്റ്റൺ മൂവ്സ് അപ്പ് അല്ലേ, പിസ്റ്റൺ പുറത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു അല്ലേ. അപ്പം ഞാനൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുത്താൽ ആ എനർജിയെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനും വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു അല്ലേ. ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ അതെന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്തു, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും വർക്ക് ചെയ്യാനും പിസ്റ്റണെ മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്തു അല്ലേ. മനസ്സിലായി. അപ്പോൾ ഈ കൺസെപ്റ്റിൻ്റെ ബേസിസിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. അപ്പം അതായത് ഞാൻ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നൊരു ഹീറ്റ് എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തപ്പോൾ ആ എനർജി, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 ജൂൾ എനർജി ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്തപ്പോഴത്തേന് ഞാൻ നോക്കാൻ നേരത്തെ ഞാൻ കൊടുത്ത 5 ജൂൾ എനർജി കാണാനില്ല. പക്ഷേ അവിടെ മറ്റു ഫോം ഓഫ് എനർജി ഉണ്ട്. അത് ഏത് ഫോമിലാണ്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടി അത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, മെക്കാനിക്കൽ വർക്കാണ്, മെക്കാനിക്കൽ എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് എനർജി എന്തൊക്കെയായിട്ട് മാറി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് മെക്കാനിക്കൽ വർക്കായിട്ട് മാറി അല്ലേ. അപ്പം ഞാൻ കൊടുത്ത ഹീറ്റ് എനർജി ഡിസപ്പിയർ ആയതേ ഉള്ളൂ, അത് നശിച്ചു പോയില്ല അല്ലേ. അപ്പം ഈ കൺസെപ്റ്റിൻ്റെ ബേസിൽ, ഈ സിസ്റ്റത്തിൻ്റെ ബേസിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. Energy can neither be created nor be destroyed. It can be converted from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. എനർജി എന്ത് ചെയ്തില്ല, ക്രിയേറ്റ് ചെയ്തതുമില്ല, ഡിസ്ട്രോയ് ചെയ്തതുമില്ല. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇതിനെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നും പറയാം. ഇതിനെ എന്തെന്ന് വിളിക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കാം. ഇതിനുശേഷം ജൂൾ എന്നും മാക്സ്വെൽ എന്നും പറയുന്ന 2 സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ആരൊക്കെയാണ്, ജൂളും മാക്സ്വെല്ലും ചേർന്ന് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റിൽ അവർ, ഈ ഫിഗറിലേക്ക് നോക്കുക, അവർ ഒരു റിയാക്ടർ, ഇതാണ് ഒരു റിയാക്ടറാണ്. ആ റിയാക്ടറിനകത്ത് കുറച്ച് ഈ കാണുന്നത് കോളാണ്. കോളിട്ട് കത്തിച്ചപ്പോഴത്തേന് അതിനകത്ത് ഇത് കണ്ടോ, ഇത് വാട്ടറാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് വാട്ടറാണ്. ഇത് കണ്ടോ, കോളാണ്. അതിനൊക്കെ ഇത് ഈ കാണുന്നത് വാട്ടറാണ്. ഓക്കെ, കോൾ കത്തിക്കുമ്പോൾ എന്തുണ്ടാകും, ഹീറ്റ് എനർജി ഉണ്ടാകും. ഈ ഹീറ്റ് എനർജി അതിനകത്തുള്ള വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റി. ആ സ്റ്റീം എന്ത് ചെയ്തു, അവിടെ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ടർബൈനെ കറക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്ത്, ടർബൈൻ റൊട്ടേറ്റ് ചെയ്തു, കറക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും ജൂളും മാക്സ്വെല്ലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. എന്താണ്, ഹീറ്റ് എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു. സോ ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെൻറ്റ് ജൂൾ ആൻഡ് മാക്സ്വെൽ മെയ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. ജൂളും മാക്സ്വെല്ലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. എന്താണ്, ദർ ഈസ് എക്സാക്റ്റ് ഇക്വലൻസ് ബിറ്റ്വീൻ ഹീറ്റ് ജനറേറ്റഡ് ആൻഡ് വർക്ക് ഡൺ. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും തമ്മിലല്ലേ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും വർക്കും തമ്മിൽ ഒരു എക്സാക്റ്റ് ഇക്വലൻസ് ആണ് ഉള്ളത്.
അല്ലേ? ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണെന്ന് ആര് പറഞ്ഞു? മാക്സ്വെൽ ആൻഡ് മാക്സ്വെല്ലും ജൂളും, ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ കോളെന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് ഈ കോളിനകത്ത് ഒരുപാട് മോളിക്യൂൾസിലെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഒരു ഇൻറ്റേർണൽ എനർജി. കോളിന് ഒരു സ്വന്തമായിട്ടൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. അതിനെ കത്തിക്കുമ്പോൾ ആ ഇൻറ്റേർണൽ എനർജിയാണ് എന്തായിട്ട് മാറിയത്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത് അല്ലേ? അപ്പം ആ ഹീറ്റ് എനർജിയാണ് എന്തായിട്ട് ഉപയോഗിച്ചത്? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത് അല്ലേ? ഇൻറ്റേർണൽ എനർജിയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത്. അപ്പം ഒരു സിസ്റ്റത്തിലെ ഇൻറ്റേർണൽ എനർജി എന്തൊക്കെയായിട്ട് മാറി? ഇൻറ്റേർണൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇൻറ്റേർണൽ എനർജി എന്തൊക്കെയായിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് കൊണ്ടുവന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് എക്സാക്റ്റ് ഇക്വലൻസ് ബിറ്റ്വീൻ ഹീറ്റ് എനർജി ജനറേറ്റഡ് ആൻഡ് വർക്ക് ഡൺ. ഹീറ്റ് എനർജിയും വർക്ക് ഡണും തമ്മിലൊരു എക്സാക്റ്റ് ഇക്വലൻസ് ആണ് ഉള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്റ്റ് എ പെർപച്വൽ മോഷൻ മെഷീൻ. അതായത് നമുക്ക് ഒരു പെർപച്വൽ മോഷൻ മെഷീൻ, ദാറ്റ് മീൻസ് പെർപച്വൽ മോഷൻ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലായിട്ട് യാതൊരു എനർജിയും സ്വീകരിക്കാതെ സ്വന്തമായി വർക്ക് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ്. പെർപച്വൽ മോഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണലായിട്ട് യാതൊരു എനർജിയും സ്വീകരിക്കാതെ, അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് യാതൊരു എനർജിയും കൊടുക്കുന്നില്ല, സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുള്ള മെഷീൻസാണ് പെർപച്വൽ മോഷൻ മെഷീൻ. അങ്ങനൊരു മെഷീൻ ഉണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. നമുക്ക് അങ്ങനെ ഒരു മെഷീൻ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു മെഷീൻ നമുക്ക് ഇന്ന് വരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനൊരു മെഷീൻ പോസിബിൾ അല്ല. ഓക്കെ, അതായത് നമ്മളിവിടെ കോള് കത്തുമ്പോൾ കോളിനകത്ത് സ്വന്തമായിട്ട് അതിനൊരു എന്തുണ്ട്? ഒരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. ആ ഇൻറ്റേർണൽ എനർജിയാണ് എന്തായിട്ട് യൂട്ടിലൈസ് ചെയ്തത്? ഹീറ്റ് എനർജിയാക്കി മാറ്റി. ആ ഹീറ്റ് എനർജിയെ സ്റ്റീമാക്കി മാറ്റി. ആ സ്റ്റീം ഉപയോഗിച്ച് എന്ത് ചെയ്തു? മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. സോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഒരു പെർപച്വൽ മോഷൻ മെഷീൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് ആൻ എക്സാക്റ്റ് ഇക്വലൻസ് ബിറ്റ്വീൻ ഹീറ്റ് എനർജി ആൻഡ് വർക്ക് ഡൺ. മൂന്നാമത്തത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്റ്റ് എ പെർപച്വൽ മോഷൻ മെഷീൻ. ഈ മൂന്നിൻ്റെയും ബേസിസിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോം കൊണ്ടുവന്ന് എന്തിൻ്റെ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുത്താൽ ആ സിസ്റ്റത്തിന് എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? വർക്ക് ചെയ്യാനുള്ള കഴിവ്. ഇഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം കേപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുത്താൽ ഈ ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും? ടു ഇൻക്രീസ് ദ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം ആൻഡ് ടു ഡു വർക്ക്. ഈ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനും വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആ എനർജി യൂട്ടിലൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, അപ്പം ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? if heat is given to a system capable of doing വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ the system will absorb the energy and will be equal to ആ എനർജി എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യും? ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും ആൻഡ് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. Delta Q equal to delta U plus delta W, where delta U is the change in internal energy of the system, delta W is the work done by the system or work on the system, അല്ലെങ്കിൽ Q is the heat absorbed or rejected, heat absorbed or evolved. ഹീറ്റ് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും കൊടുക്കാം, സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വേണമെങ്കിലും പോകാം. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ
ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫംഗ്ഷനാണ്. ഇൻറ്റേർണൽ എനർജി ഈസ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജിയും കാൽഷ്യം കാർബണേറ്റിനെ എന്ത് ചെയ്യാം, കാൽഷ്യം കാർബണേറ്റിനെ എന്ത് ചെയ്യാം, കാൽഷ്യം കാർബണേറ്റിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാം? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻറ്റേർണൽ എനർജിയും സെയിം ആയിരിക്കും. രണ്ട് എക്സ്പെരിമെൻ്റാണ്, രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജിയും കാൽഷ്യം കാർബണേറ്റിനെ എന്ത് ചെയ്തു, കംപ്രസ് ചെയ്ത്, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. കാൽഷ്യം കാർബണേറ്റിനെ ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജിയും ഇൻറ്റേർണൽ എനർജി ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡും സെയിം ആണ്. അതായത് രണ്ട് രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഒരു സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് എനർജി പുറത്തേക്ക് പോവുകയാണ്. അതായത് എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലാണ്. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ എന്ത് സംഭവിക്കും? സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കും. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് എനർജി പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ അതിന് നെഗറ്റീവ് സൈൻ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അവിടെ നെഗറ്റീവ് സൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു മൈനസ് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ കൂടുതലും സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ കുറവുമാണെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്നും സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ വരും. സറൗണ്ടിങ്ങിൽ നിന്നും സിസ്റ്റത്തിനകത്തേക്ക് ടെമ്പറേച്ചർ വരും. സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ കൂടുതലും സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ കുറവുമാണ് എങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്നും സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ വരും. അല്ലെങ്കിൽ സിസ്റ്റം അബ്സോർബ് ഹീറ്റ് എനർജി. സിസ്റ്റം എന്ത് ചെയ്യും? സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് സൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. പോസിറ്റീവ് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണ്. ഒരു സിസ്റ്റം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിരിക്കും. സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് എനർജി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പോസിറ്റീവും സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവും രണ്ട് വാല്യൂസാണ്. സോ ഹീറ്റ് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഹീറ്റ് എനർജി എന്താണ്? പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഹീറ്റ് എനർജി എന്ന് പറയുന്നത് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓ ഇവോൾവ്ഡ് ഫ്രം ദ സിസ്റ്റം. ഇല്ലേ, ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഓർ ഹീറ്റ് ഇവോൾവ്ഡ് ഫ്രം ദ സിസ്റ്റം. ഹീറ്റ് എനർജി ഇവോൾവ്ഡ് ഫ്രം ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ്, ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഇറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ഇല്ലേ, വർക്ക് ഡൺ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. W ഇസ് ഈക്വൽ ടു എന്താണെന്ന്? W ഇസ് ഈക്വൽ ടു F ഡോട്ട് ഡി എസ് ആണെന്ന്. F ഡോട്ട് ഡി എസ് ആണ്. ഇവിടെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ഫിൽഡ് പിസ്റ്റണൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് അല്ലേ. അപ്പം അതിനൊരു പ്രഷറുണ്ട്, P എന്ന് പറയുന്ന പ്രഷർ, ഒരു വോളിയം ഉണ്ട്, V1 എന്ന് പറയുന്ന വോളിയം. ഓക്കെ, ഇനി ഞാൻ അതിനകത്ത് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് dV വോളിയം ചേഞ്ച് ചെയ്യും. അതായത് dx ഡിസ്റ്റൻസ്, അതിൻ്റെ dx ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി പിസ്റ്റണിന്. ഞാനൊരു ഹീറ്റ് എനർജി കൊടുത്തപ്പം അതിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യും. അത് dx ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഓക്കെ, ദെൻ ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് വോളിയം, ആൻഡ് വോളിയം ചേഞ്ച് ചെയ്തു, dV വോളിയമായിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ, P ഇൻറ്റു A. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? dx ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് dx ആണ് അല്ലേ. ഇനി ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഈസ് പി ഇൻറ്റു ഡി വി. പി ഇൻറ്റു ഡി വി. ദെർഫോർ വർക്ക് ഡൺ, ഒരു സിസ്റ്റത്തിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W is equal to P ഇൻറ്റു ഡി വി ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? W is equal to P ഇൻറ്റു ഡി വി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്കൽ റിലേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഡെറിവേഷൻ പാർട്ടിലും വരുന്നതാണ്. അപ്പം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡി വി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോസസ്സുകളെ കുറിച്ചാണ്, തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഐസോതെർമൽ പ്രോസസ്സ്. നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി ഒരു സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ ഒരു സിസ്റ്റം എടുക്കുന്നു, ആ സിസ്റ്റത്തിൽ ഒരു ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ചെയ്യുമെങ്കിൽ അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ്, അത്തരത്തിലുള്ളൊരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ്. തെർമോഡൈനാമിക് പ്രോസസ്സ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ്, പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു സ്ലോ പ്രോസസ്സാണ്. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. നമ്മൾ ഒരു കണ്ടക്റ്റിംഗ് വോൾസ് ഉള്ള ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിനകത്ത് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചേക്കുക. കണ്ടക്റ്റിംഗ് വാൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ദർ വിൽ ബി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ എൻറ്റയർ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം എങ്ങനെ ആയിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ W എന്നാണ് ഇല്ലേ? ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആയിരിക്കും അല്ലേ? ഒരു സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് 0. ചേഞ്ചിങ് ഇൻറ്റേർണൽ എനർജി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ W എന്ന് എഴുതാം. ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു W എന്ന് നമുക്ക് എഴുതാം. Q is equal to W. അതായത് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ്. വർക്ക് ഡൺ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ഡു വർക്ക്. നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സ് ആകുമ്പോഴത്തേനും അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചുകൊണ്ട് മറ്റ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്ന പ്രഷറോ വോളിയോ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന്. ഓക്കെ, ഇനി നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് എനർജി കൊടുക്കുന്നുണ്ട്. ആ ഹീറ്റ് എനർജി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ്സ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഫോർ ഡൂയിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ടി എന്നാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്നാണ് ഇക്വേഷൻ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ആറും കോൺസ്റ്റൻ്റ് ആണ്, ടിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അപ്പം ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി വി ഈക്വൽ ടു ആർ ടി എ കോൺസ്റ്റൻ്റ് എന്നുള്ളതായിരിക്കും ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്? പ്രഷറും വോളിയമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്റ്റിംഗ് വാൾസ് ഉള്ള ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ അടങ്ങുന്ന ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസാണ് നമ്മൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. ഇനി ഞാൻ ആ സിസ്റ്റത്തെ കംപ്രസ് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ പ്രഷർ കൂടും, വോളിയം ഡിക്രീസ് ചെയ്യും. ഞാൻ ആ സിസ്റ്റത്തെ കംപ്രസ് ചെയ്യുകയാണ് എങ്കിൽ ആ സിസ്റ്റത്തെ കംപ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പ്രഷർ കൂടും, അതേ കണക്ക് തന്നെ വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് പിയും വിയും തമ്മിൽ എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് പ്രഷറും വോളിയവും തമ്മിൽ. അപ്പോൾ അവരെ തമ്മിൽ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും.
ഒരു എക്സ്പൊണൻഷ്യൽ ഡീക്കേയിങ് കർവായിരിക്കും. ദാറ്റ് ഈസ് പ്രഷർ കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പ്രഷർ കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം കുറവായിരിക്കും. വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. വോളിയം കൂടുന്നതനുസരിച്ച് പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ്. വോളിയവും പ്രഷറും ചേഞ്ച് ചെയ്യും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. The equation for isothermal process is PV equal to RT equal to a constant. കാരണം എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ദെയർഫോർ PV equal to RT equal to a constant ആണ് ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സിൽ. ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടക്കുമ്പോഴുള്ള വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 mol ഓഫ് ഗ്യാസ് ഒരു സിലിണ്ടറിനകത്ത്, പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾസ് ഉള്ള ഒരു സിലിണ്ടറിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ഒരു സിലിണ്ടറിനകത്ത്, പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾസ് ഉള്ള സിലിണ്ടറിനകത്ത് 1 mol ഓഫ് ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അണ്ടർ ദീസ് കണ്ടീഷൻസ് ദർ വിൽ ബി എക്സ്ചേഞ്ച് ഓഫ്, ആ സമയത്ത് അവിടെ എന്താണ്? ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇനിഷ്യലി ഇനിഷ്യലി അതിൻ്റെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, ടെമ്പറേച്ചർ T ആണ്. ഓക്കെ, ഇനി ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുന്നു. അതിനകത്ത് നമ്മളൊരു ചെറിയ എമൗണ്ട് ഓഫ് അതിന് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പം അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുമ്പം പ്രഷർ കുറയും, P2 ആയിട്ട് കുറയും. വോളിയം എന്തായിട്ട് മാറും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം കൂടും, പ്രഷർ കുറയും, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. സോ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ T റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇഫ് എ ഈസ് ദ ഏരിയ ഓഫ് ദി പിസ്റ്റണിൻ്റെ ഏരിയ എ ആണ് എങ്കിൽ ഒരു dx ഡിസ്റ്റൻസ് ആ പിസ്റ്റണിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്ക് dW ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു dx ഡിസ്റ്റൻസ് ആ പിസ്റ്റണെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്ക്. അതായത് ഇതാണ് സിലിണ്ടർ. അപ്പോൾ ഇനിഷ്യലി അത് ഈ പൊസിഷനിലിരിക്കുകയാണ്. ഇതാണ് പിസ്റ്റൺ. ഓക്കെ, ഇനിഷ്യലി ഈ പൊസിഷനിലായിരുന്നു. അത് ഞാനൊരു dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചു. ഇതാണ് dx ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത വർക്ക് എന്ന് പറയുന്നത് dW ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്നറിയാം? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഓൺ ദി പിസ്റ്റൺ ഇൻറ്റു ഏരിയ ഓഫ് ദി പിസ്റ്റൺ, അല്ലേ? പ്രഷർ ആക്ടിങ് ഓൺ ദി പിസ്റ്റൺ ഇൻറ്റു ഏരിയ ഓഫ് ദി പിസ്റ്റൺ, ദാറ്റ് ഈസ് P ഇൻറ്റു A ഇൻറ്റു dx. A ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വോളിയം, ദാറ്റ് ഈസ് dW ഇസ് ഈക്വൽ ടു PdV. ഓക്കെ, dW ഇസ് ഈക്വൽ ടു PdV. ഓക്കെ, അപ്പം ഇതാണ് dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്ക്. അങ്ങനെയാണെങ്കിൽ എന്താണ്? സിസ്റ്റം ഇനിഷ്യലി V1 വോളിയത്തിലായിരുന്നു, ഇപ്പോൾ ഏത് വോളിയത്തിലാണ്? V2 വോളിയത്തിലാണ്. അപ്പം സിസ്റ്റത്തെ V1 ടു V2 വോളിയത്തിൽ സിസ്റ്റത്തിൻ്റെ വോളിയം V1-ൽ നിന്നും V2-വിൽ എത്തിക്കാൻ വേണ്ടി ചെയ്ത വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം W ഇസ് ഈക്വൽ ടു, അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ dW ഇസ് ഈക്വൽ ടു PdV. അപ്പം ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാണ്? V1-ൽ നിന്നും V2-വിൽ എത്തിക്കാൻ V1 ടു V2 PdV എന്നാവും. ഓക്കെ, അപ്പം W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2 PdV. ഇനി നമുക്കറിയാം ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV ഇസ് ഈക്വൽ ടു RT. ഇവിടെ T എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഫോർ PV ഈക്വൽ ടു RT ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതിനകത്തുനിന്ന് Pയുടെ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം? P ഇസ് ഈക്വൽ ടു RT ബൈ V എന്ന് എഴുതാം. P ഇസ് ഈക്വൽ ടു RT ബൈ V എന്ന് എഴുതാം. ദെയർഫോർ ഈ Pയുടെ വാല്യൂ മേലത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2 RT ബൈ Pക്ക് പകരം RT ബൈ V ഇൻറ്റു DV. ഇവിടെ Rഉം കോൺസ്റ്റൻ്റ് ആണ്, Tയും കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താണ്? T കോൺസ്റ്റൻ്റ് ആവാൻ ഐസോതെർമൽ പ്രോസസ്സാണ്. ദെയർഫോർ W ഇസ് ഈക്വൽ ടു RT ഇൻറ്റു ഇൻ്റഗ്രൽ V1 ടു V2 DV ബൈ VM.
ഇനി ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പം ഇതിൻ്റെ വാല്യൂ എന്താണ്? ലോഗ് വി ആയിട്ട് മാറും. ഓക്കെ, അപ്പം W ഇസ് ഈക്വൽ ടു RT ഇൻറ്റു ഇൻ്റഗ്രൽ ലോഗ് വി V1 ടു V2. ഓക്കെ, ലോഗ് വി V1 ടു V2. ഓക്കെ, ഇനി അതിനകത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ എന്ത് വരും? W ഇസ് ഈക്വൽ ടു RT ലോഗ് V2 മൈനസ് ലോഗ് V1. ലോഗ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി. ദെർഫോർ W ഇസ് ഈക്വൽ ടു RT ഇൻറ്റു ലോഗ് V2 ബൈ V1. V2 ബൈ V1 എന്ന് കിട്ടും. ഇനി ഈ ലോഗ് ടു ദ ബേസ് ഇ മാറ്റാൻ വേണ്ടിയിട്ട്, ലോഗ് ടു ദ ബേസ് ഇയെ ലോഗ് ടു ദ ബേസ് 10 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം W ഇസ് ഈക്വൽ ടു 2.3026 RT ലോഗ് V2 ബൈ V1. ലോഗ് V2 ബൈ V1. ഓക്കെ, ഇനി നമുക്ക് പി വി ഈക്വൽ ടു RT ആണ് അല്ലേ? അതിനകത്ത് നമുക്ക് P1 V1 ഇസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ P1 ബൈ P2 ഇസ് ഈക്വൽ ടു V2 ബൈ V1 എന്ന് എഴുതാം. അപ്പോൾ എബോ ഇക്വേഷൻ എന്തായിട്ട് മാറും? W ഈക്വൽ ടു 2.3026 RT ലോഗ് P1 ബൈ P2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ സിസ്റ്റം ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? W ഇസ് ഈക്വൽ ടു 2.303 RT ലോഗ് V2 ബൈ V1 അല്ലെങ്കിൽ 2.303 RT ലോഗ് P1 ബൈ P2 ആണ്. അപ്പം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിനകത്ത് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയും പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യുകയും സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന്. ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പി വി ഈക്വൽ ടു RT ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റം ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് W ഇസ് ഈക്വൽ ടു 2.303 ലോഗ് 2.303 RT ലോഗ് V2 ബൈ V1 അല്ലെങ്കിൽ 2.303 RT ലോഗ് P1 ബൈ P2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അഡയബാറ്റിക് പ്രോസസ്സാണ്. എന്താണ് അഡയബാറ്റിക് പ്രോസസ്സ്? അതായത് ഇറ്റ്സ് എ സഡൻ പ്രോസസ്സ്, പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന്. അതായത് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നടക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അഡയബാറ്റിക് പ്രോസസ്സിൽ ആ സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എല്ലാ പാരാമീറ്റേഴ്സും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അഡയബാറ്റിക് പ്രോസസ്സിൽ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. അതായത് സഡൻ പ്രോസസ്, എക്സ്പ്ലോഷൻ അല്ലേ? എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ സ്ലോ പ്രോസസ്സാണോ? അല്ല, സഡൻ എക്സ്പ്ലോഷൻ, പെട്ടെന്നുണ്ടാകുന്ന പൊട്ടിത്തെറികൾ. പിന്നെ ബേസ്റ്റിംഗ് ഓഫ് ബസ് ടയർ, നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾസിൻ്റെയൊക്കെ ടയർ പൊട്ടുന്നത് പെട്ടെന്നല്ലേ പൊട്ടുന്നത്? സ്ലോ പ്രോസസ്സ് അല്ലല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബസ്സിൻ്റെയൊക്കെ ടയർ പൊട്ടുന്നത്, ഇതൊക്കെ എന്താണ്? അഡയബാറ്റിക് പ്രോസസ്സാണ്. അപ്പം അഡയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ സമയത്ത് ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ഒന്നും നടക്കില്ല. ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. സിസ്റ്റത്തിനകത്തേക്കും സിസ്റ്റത്തിന് പുറത്തേക്കും യാതൊരുവിധ ഹീറ്റ് എക്സ്ചേഞ്ചും നടക്കുന്നില്ല, ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് നമുക്ക് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നില്ല എങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പം ഫ്രം ഫസ്റ്റ് ലാ നമുക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ W ഈക്വൽ ടു 0. ദെർഫോർ ഡെൽറ്റ W ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. അതായത് നമ്മൾ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് ഈസ് ഡൺ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചിട്ടാണ് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്? എനർജി ഉപയോഗിക്കാതെ ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഫസ്റ്റ് ലാ തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി തരുന്നത് ആരാണ്? ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി തരുന്നത് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റമാണ്. ഇൻറ്റേർണൽ എനർജിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡെൽറ്റ W ഇസ് ഈക്വൽ ടു വർക്ക്, ഡെൽറ്റ W ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. നെഗറ്റീവ് സൈൻ എന്തിനെയാണ് കാണിക്കുന്നത്?
negative sign shows that when work is done by the system, its internal energy decreases. സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവിടെ യാതൊരുവിധ ഹീറ്റ് എക്സ്ചേഞ്ചും നടക്കുന്നില്ല. എപ്പോൾ? അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ. ഇറ്റ്സ് എ സഡൻ പ്രോസസ്സ്. അതൊരു സഡൻ പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അഡയബാറ്റിക് പ്രോസസ്സ്. അപ്പം ഇനി അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമ്മൾ നേരത്തെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PV = RT = a കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്യണം. ഓക്കെ. അപ്പം അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 mol ഓഫ് ഗ്യാസ് ഒരു സിലിണ്ടറിനകത്ത് എടുക്കുന്നു. അവിടെ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ഒന്നും നടക്കാത്ത ഒരു സിസ്റ്റമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ΔQ എമൗണ്ട് ഓഫ് എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ΔQ എമൗണ്ട് ഓഫ് എനർജി, DQ എമൗണ്ട് ഓഫ് എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ആ എനർജി അതെന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നു? അത് അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം അതൊരു DW എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നു. DW എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് DQ = DU + DW എന്ന് എഴുതാം. DQ = DU + DW എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ കൊടുത്ത എനർജി അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി DU = നമുക്ക് എന്തെന്ന് എഴുതാം? CVdt എന്ന് എഴുതാം. CVdt. ഇൻറ്റേർണൽ എനർജി DU = CVdt. വേർ CV എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. ഓക്കെ. DT എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ DQ ഹീറ്റ് കൊടുത്തു. നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ആ സിസ്റ്റത്തിലേക്ക് DQ ഹീറ്റ് കൊടുക്കുന്നു. കൊടുത്തപ്പോഴത്തേന് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ സിസ്റ്റം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം DU = CVdt. വേർ CV എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പം DQ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു? അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും അതേ കണക്ക് തന്നെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. അപ്പം ആ DU എനർജി എന്ന് പറയുന്നത് എന്താണ്? DU എനർജി = CV × DT. CV എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. DT എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി ഉപയോഗിച്ച് ടെമ്പറേച്ചർ എത്രത്തോളം റൈസായി. DT റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇനി വർക്ക് DW = PV × DV. ഓക്കെ. ഇനി നമ്മൾ പറയുകയാണ് സിസ്റ്റം എന്താണ്? അഡയബാറ്റിക് പ്രോസസ്സിലാണെങ്കിൽ എന്ത് പറ്റും? നോ ഹീറ്റ് ഈസ് അലൗഡ് ടു എൻറ്റർ ഓർ ലീവ് ദ സിസ്റ്റം. ഇത് പ്രോസസ്സ് എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ്സാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി. ദാറ്റ് ഈസ് DQ = 0. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? DQ = 0 ആകുമ്പം DQ = DU + DW എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് DQന് വരെ 0 കൊടുക്കുക, DUന് വരെ CVdt, DWന് വരെ PdV. DWന് വരെ എന്തെന്ന് കൊടുക്കും? PdV എന്ന് കൊടുക്കും. ഓക്കെ. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് PV = എന്തെന്നാണ് പഠിച്ചേക്കുന്നത്? RT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് PV = RT എന്ന് പഠിച്ചിട്ടുണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? PdV + VdP = RdT. PdV + VdP = RdT. ഇനി അത് നമുക്ക് CVdTയിൽ DTക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഇക്വേഷനകത്ത് നിന്ന് DTയുടെ ഇക്വേഷൻ എഴുതണം. DT = PdV + VdP/R എന്ന് കിട്ടും. അപ്പോൾ DT = PdV + VdP /R. ഓക്കെ. ഇനി ഈ ഇക്വേഷനെ കൊണ്ടുവന്ന് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അതിന് ഇക്വേഷൻ നമ്പർ കൊടുക്കാം. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഇക്വേഷൻ 2.
ഇക്വേഷൻ 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? സി വി ഡി ടിക്ക് പകരം പി ഡി വി പ്ലസ് വി ഡി പി ബൈ ആർ പ്ലസ് പി ഡി വി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഹോൾ ടേമിനെ ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? സി വി പി ഡി വി പ്ലസ് സി വി വി ഡി പി പ്ലസ് ഇവിടെ ആറില്ല, അപ്പോൾ ഒരു ആറ് വരും, ആർ പി ഡി വി ഈക്വൽ ടു 0. ഇനി ഈ ഡി വിയുടെ ടേംസ് രണ്ടിനെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ സി വി വി ഡി പി പ്ലസ് സി വി പ്ലസ് ആർ ഇൻറ്റു പി ഡി വി. സി വി ഇവിടെ പി ഡി വി കോമൺ, ഇവിടെയും പി ഡി വി ഉണ്ട് അല്ലേ? ഇവിടെ ഒരു പി ഡി വി ഉണ്ട്, ഇവിടെ ഒരു പി ഡി വി ഉണ്ട്, അത് കോമൺ എടുക്കാം. ബാക്കി ഇവിടെ സി വി പ്ലസ് ആർ, സി വി പ്ലസ് ആർ പി ഡി വി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ മേയേഴ്സ് റിലേഷനകത്ത് പഠിച്ചിട്ടുണ്ട് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്ന്. എന്താണ് സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്ന് മേയേഴ്സ് റിലേഷനകത്ത് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ സി പി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സി വി പ്ലസ് ആർ. അപ്പോൾ സി വി പ്ലസ് ആറിന് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? സി പി എന്ന് കൊടുക്കാം. ഓക്കെ, സി വി പ്ലസ് ആറിന് വരെ എന്തെന്ന് കൊടുക്കാം? സി പി എന്ന് കൊടുക്കാം. എവിടെ നിന്നാണ്? മേയേഴ്സ് റിലേഷനകത്തുനിന്ന്. അപ്പം സി വി വി ഡി പി പ്ലസ് സി വി പ്ലസ് ആറിന് വരെ എന്തെന്നാണ് കൊടുത്തത്? സി പി പി ഡി വി ഈക്വൽ ടു 0. ഓക്കെ, ഇത് ഏത് ഇക്വേഷനാണ്? മേയേഴ്സ് റിലേഷൻ. ഇനി ഇത് ഹോൾ ടേമിനെ നമുക്ക് ഒരു സി വി വി കൊണ്ട് പി വി കൊണ്ട് സി വി ഇൻറ്റു പി വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം സി വി വി ഡി പി ബൈ സി വി പി വി പ്ലസ് സി പി പി ഡി വി ഡിവൈഡഡ് ബൈ സി വി പി വി ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? ഈ സി വിയും ഈ സി വിയും ക്യാൻസലായിപ്പോയി, ഇവിടെ ഒരു വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ട്, ക്യാൻസലായിപ്പോയി. ബാക്കി ഡി പി ബൈ പി പ്ലസ് സി പി ബൈ സി വി, ഇവിടുത്തെ പിയും പിയും ക്യാൻസലായിപ്പോയി, ഡി വി ബൈ വി ഈക്വൽ ടു 0 എന്ന് വരും. ഇനി സി പി ബൈ സി വി ഈക്വൽ ടു ഗാമ. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സി പി ബൈ സി വി ഈക്വൽ ടു ഗാമ, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസസ്. ഇതെന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ഗാമ, എ കോൺസ്റ്റൻറ്റ്, ഇതൊരു റിലേഷനാണ്. അപ്പം ഡി പി ബൈ പി പ്ലസ് ഗാമ ഇൻറ്റു ഡി വി ബൈ വി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി പി ബൈ പി പ്ലസ് ഗാമ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വി ബൈ വി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോഗ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് പി പ്ലസ് ഗാമ ഇൻറ്റു ലോഗ് വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സി. 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ്. ഇനി എ ലോഗ് വി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ലോഗ് വി റൈസ് ടു എ എന്നാണ് അർത്ഥം. എ ലോഗ് വി ഇസ് ഈക്വൽ ടു വി ലോഗ് വി റൈസ് ടു എ. ഇതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഗാമ ലോഗ് വിക്ക് പകരം ലോഗ് വി റൈസ് ടു ഗാമ എന്ന് കൊടുക്കാം. അത് കണക്ക് തന്നെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ഇൻറ്റു ബി എന്ന അർത്ഥം. അപ്പോൾ ലോഗ് പി വി റൈസ് ടു ഗാമ. ഓക്കെ, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇതിനെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. ഇനി ലോഗ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യൽ എടുക്കും. അപ്പോൾ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സി. എക്സ്പൊണൻഷ്യലെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? എക്സ്പൊണൻഷ്യൽ റേസ് ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദർഫോർ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്. ഇതാണ് അഡയാബാറ്റിക് ഇക്വേഷൻ്റെ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പം അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ പ്രോസസ്സാണ്. Adiabatic process is a physical change in which pressure, volume, temperature changes. ഒരു സിസ്റ്റത്തിലെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യും. There will be no exchange of heat energy
ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ യാതൊരുവിധ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്ത പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെർഫോർ അവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ദെർഫോർ DW ഈക്വൽ ടു -du. ദാറ്റ് മീൻസ് നമ്മൾ ഇൻറ്റേർണൽ എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ആ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ ഇക്വേഷൻ ഓഫ് അഡയബാറ്റിക് പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ PV റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K. PV റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K. അപ്പം നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്താണ് ആ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ അവിടുത്തെ വർക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അടുത്ത് നമുക്ക് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് പ്രോസസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പേ റിലേഷൻസ് ബിറ്റ്വീൻ P ആൻഡ് T ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ T ആൻഡ് V കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യമേ അഡയബാറ്റിക് പ്രോസസ്സിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഫോർ അഡയബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, PV റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K ആണ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ V ഈസ് ഈക്വൽ ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, PV ഈസ് ഈക്വൽ ടു RT ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, PV ഈക്വൽ ടു RT. അതിനകത്തുനിന്ന് V ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, RT/P എന്ന് എഴുതാം. ഓക്കെ, ഈ RT/P, V ഈസ് ഈക്വൽ ടു RT/P എന്ന് എഴുതാം. ഈ വാല്യൂ കൊണ്ടുവന്ന് അഡയബാറ്റിക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടും നമുക്ക്, P ഇൻറ്റു വിക്ക് പകരം RT/P ദ ഹോൾ റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദെൻ എന്ത് വരും, P ഇൻറ്റു R റൈസ്ഡ് ഗാമ T റൈസ്ഡ് ഗാമ ബൈ P റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി P റൈസ്ഡ് 1 ഉണ്ട്, P റൈസ്ഡ് ഗാമ ഉണ്ട്. അതിനെങ്ങനെ എഴുതാം, P റൈസ്ഡ് 1 മൈനസ് ഗാമ T റൈസ്ഡ് ഗാമ ഈക്വൽ ടു K ബൈ R റൈസ്ഡ് ഗാമ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും, P റൈസ്ഡ് 1 മൈനസ് ഗാമ T റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പം അഡയബാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തെഴുതും, P റൈസ്ഡ് 1 മൈനസ് ഗാമ T റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് അഡയബാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. നമ്മുടെ കയ്യിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു RT. അതിൽ നിന്നും Pയുടെ ഇക്വേഷൻ എഴുതുക. നേരത്തെ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് എഴുതിയത്. P ഈസ് ഈക്വൽ ടു RT/V. അഡയബാറ്റിക് ഇക്വേഷൻ എത്രയാണ്, PV റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിനകത്ത് പ്രഷറിന് പകരം RT/V കൊടുക്കുക. അപ്പം R കോൺസ്റ്റൻറ്റ്, അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. T V റൈസ്ഡ് ഗാമ ബൈ V, അതായത് V റൈസ്ഡ് ഗാമ മൈനസ് 1. T ഇൻറ്റു V റൈസ്ഡ് ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് റിലേഷൻ കണക്റ്റിംഗ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. ഓക്കെ, അപ്പോൾ അഡയബാറ്റിക് ഇക്വേഷൻസ് ഏതൊക്കെയാണ്, PV റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, P റൈസ്ഡ് 1 മൈനസ് ഗാമ T റൈസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, T V റൈസ്ഡ് ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പം അഡയബാറ്റിക് ഇക്വേഷൻസ് ഈ 3 ഫോമിലും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഡൺ. അതായത് ഒരു അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് ഡണ്ൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ടെയ്നർ, ഒരു സിലിണ്ടർ വിത്ത് നോൺ കണ്ടക്റ്റിംഗ് വാൾസ് ആണെങ്കിൽ മാത്രമേ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാതിരിക്കുകയുള്ളൂ, ഇല്ലേ? അപ്പം കൺസിഡർ 1 mole of a perfect gas contained in a cylinder having non-conducting cylinder fitted with non-conducting piston. ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക. അതിനകത്ത് നമ്മൾ പെർഫെക്റ്റ് ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്, നോൺ കണ്ടക്റ്റിംഗ് ആണ്. പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സിലിണ്ടർ വിത്ത് പിസ്റ്റൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാതെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ആ ഗ്യാസിനകത്ത് ഒരു വോളിയം, അതിൻ്റെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് കൺസിഡർ ചെയ്യുക. ആ സിസ്റ്റത്തിനകത്ത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു ഫ്രം വോളിയം V1 to V2. അതിൻ്റെ V1 വോളിയത്തിൽ നിന്നും V2 വോളിയത്തിലേക്ക് അത് അഡയബാറ്റിക് ആയിട്ട് അതിൻ്റെ വോളിയം ചേഞ്ച് സംഭവിക്കുന്നു. ദെൻ ദ വർക്ക് ഡൺ, ഒരു സ്മോൾ ചേഞ്ചിനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഒരു സ്മോൾ ചേഞ്ചിൻ്റെ വർക്ക് ഡൺ DW ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, P ഇൻറ്റു DV ആയിരിക്കും.
ഫോർ എ സ്മോൾ ചേഞ്ച്, ഫോർ സ്മോൾ ഇൻക്രീസ് ഇൻ വോളിയം ഡി വി. ഡി വി വോളിയത്തിന് ഉള്ള വർക്ക് എന്ന് പറയുന്നത് പി ഇൻറ്റു ഡി വി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ V1 to V2 ആ സിസ്റ്റത്തിനെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി. ഇനി നമ്മുടെ അഡയാബാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി റേസ്ഡ് ഗാമ ഈക്വൾ ടു എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് പി ഇസ് ഈക്വൾ ടു എന്തെന്ന് എഴുതാം? കെ ബൈ വി റേസ്ഡ് ഗാമ. ദാറ്റ് മീൻസ് കെ ഇൻറ്റു വി റേസ്ഡ് ഗാമ, കെ ഇൻറ്റു വി റേസ്ഡ് ഗാമ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ V1 to V2 പിക്ക് പകരം കെ വി റേസ്ഡ് മൈനസ് ഗാമ ഡി വി. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1, സോറി എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്തായിട്ട് മാറും? കെ ഇൻ്റഗ്രൽ V1 to V2 വി റേസ് ടു മൈനസ് ഗാമ ഡി വി ഈക്വൾ ടു കെ ഇൻറ്റു വി റേസ് ടു 1 മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ എന്ന് വരും അല്ലേ? മൈനസ് ഗാമ പ്ലസ് 1 ആണ് ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1. ഇതിനെ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? 1 മൈനസ് ഗാമ എന്ന് വരും അല്ലേ? 1 മൈനസ് ഗാമ എന്ന് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 മൈനസ് ഗാമ കഴിഞ്ഞ് വെളിയിലെടുക്കാം, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കെ ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു അപ്പർ ലിമിറ്റ് V2 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് ലോവർ ലിമിറ്റ് V1 റേസ് ടു ഗാമ മൈനസ് 1 മൈനസ് ഗാമ. ഇനി കെ അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ബൈ ഗാമ മൈനസ് 1 ഇസ് ഈക്വൾ ഇൻറ്റു കെ V1 റേസ് ടു 1 മൈനസ് ഗാമ. ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ 1 മൈനസ് ഗാമയെ ഗാമ മൈനസ് 1 ആക്കാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മൈനസ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു കെ V1 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് കെ V2 റേസ് ടു 1 മൈനസ് ഗാമ എന്ന് വരും. ഇനി നമുക്കറിയാം പി വി റേസ് ടു ഗാമ ഈക്വൾ ടു കോൺസ്റ്റൻറ്റ് കെ ആണ് അല്ലേ? പി വി റേസ് ടു ഗാമ ഈക്വൾ ടു കോൺസ്റ്റൻറ്റ് കെ. അതിനകത്തുനിന്ന് നമുക്ക് കെ ഇസ് ഈക്വൾ ടു എന്തെന്ന് എഴുതാം? P1 V1 റേസ് ടു ഗാമ P2 V2 റേസ് ടു ഗാമ അല്ലേ? കെ ഇസ് ഈക്വൾ ടു P1 V1 റേസ് ടു ഗാമ ഈക്വൾ ടു P2 V2 റേസ് ടു ഗാമ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേക്കും ഈ കേക്കും പകരം ഇവിടെ P1 V1 റേസ് ടു ഗാമ എന്നും ഇവിടെ P2 V2 റേസ് ടു ഗാമ എന്നും കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? W ഇസ് ഈക്വൾ ടു 1 ബൈ, ഇവിടെ ഗാമ മൈനസ് 1 ആണ്, ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1 P1 V1 റേസ് ടു ഗാമ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേക്ക് വരും. V1 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് P2 V2 റേസ് ടു ഗാമ V2 റേസ് ടു 1 മൈനസ് ഗാമ. ഓക്കെ, ഇത് രണ്ടും ക്യാൻസലായിപ്പോൾ, ഇത് രണ്ടും ക്യാൻസലായിപ്പോൾ. ബാക്കി എന്ത് വരും? 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. അപ്പോൾ ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ഗാമ മൈനസ് 1 P1 V1 മൈനസ് P2 V2. ഇതിനെ നമുക്ക് ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഈക്വൾ ടു ആർ ടി എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ P1 V1 ഇസ് ഈക്വൾ ടു ആർ T1 എന്നും അല്ലേ? P2 V2 ഇസ് ഈക്വൾ ടു ആർ T2 എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം? ഈ ഇക്വേഷന് ആർ T1 മൈനസ് ആർ T2 എന്ന് എഴുതാം. ആർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ ബൈ ഗാമ മൈനസ് 1 T1 മൈനസ് T2, ആർ ബൈ ഗാമ മൈനസ് 1 T1 മൈനസ് T2 ഫോർ 1 മോള്. എൻ മോളാണെങ്കിൽ NR ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സഡൻ പ്രോസസ്സ്. the process in which there is no exchange of heat between the system and surrounding is called an adiabatic process. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന്.
അഡിയാബാറ്റിക് പ്രോസസ്സിൽ സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. ഒരു സഡൻ പ്രോസസ്സാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PV⁻γ = a കോൺസ്റ്റൻറ്റ്. നമുക്കത് 3 ഫോമിൽ എഴുതാൻ പറ്റും. ഏതൊക്കെയാണ്? P⁻γ-1, T⁻γ = a കോൺസ്റ്റൻറ്റ്, TV⁻γ-1 = a കോൺസ്റ്റൻറ്റ്. ഇനി ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സോ നമ്മൾ പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾസും നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പിസ്റ്റണും ഉള്ള ഒരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W = 1/γ-1 P1 V1 - P2 V2, അല്ലെങ്കിൽ W = R/γ-1 × T1 - T2 for 1 mole. For n mole, W = nR/γ-1 T1 - T2. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഫസ്റ്റ് ലൈ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു. ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്സ്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സ്, ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സ് പഠിച്ചു. നെക്സ്റ്റ് അഡിയാബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ അഡിയാബാറ്റിക് പ്രോസസ്സ്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ.